കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു വാർത്ത കണ്ടു ആത്മഹത്യയെ കുറിച്ച്. എനിക്കിങ്ങനെ നിൽക്കാൻ കഴിയുന്നില്ല, എനിക്ക് ഇതേവല്ലാണ്ട് ശ്വാസം മുട്ടുന്നതാണ്. അതുകൊണ്ട് എനിക്ക് കഴിയുന്നില്ല, ആരും നിൽക്കൂലാണ്. എനിക്കിങ്ങനെ ചില പെൺകുട്ടികൾക്ക് മെന്റലി ഭയങ്കരമായിട്ട് വീക്കായിരിക്കും, പെട്ടെന്ന് എമോഷണൽ ആകും, പെട്ടെന്ന് സങ്കടം വരും. ഒരു ഇഷ്യൂസ് മാനേജ് ചെയ്യാൻ എല്ലാ ഗേൾസിനും ഒരേ കപ്പാസിറ്റി അല്ല. ഇവിടെ രക്ഷിതാക്കൾ, പെൺകുട്ടിയുടെ പാരന്റ്സ് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കണം. ഭർത്തൃ വീട്ടിൽ ഇഷ്യൂസ് ഉണ്ട് എന്ന് 2-3 പ്രാവശ്യം മോള് പറയുമ്പോഴേക്ക് നീ അതെല്ലാം സഹിച്ച അവിടെ നിൽക്ക്, നീ കുറച്ചും കൂടെ സഹിക്കുക എന്ന് വിചാരിച്ച് മകളെ ഒരു ബാധ്യത പോലെ കരുതാൻ ഒരിക്കലും നിർവാഹമല്ല. അവിടെ ഒരു നിലക്കുമുള്ള സേഫ്റ്റിയോ സംരക്ഷണമോ മെന്റലി ഹാപ്പിനെസ്സോ ഇല്ലാത്തൊരു ഇടമാണെങ്കിൽ പിന്നെ നീ സഹിക്കി എന്ന് പറഞ്ഞിട്ട് ഇതൊരു ബാധ്യത പോലെ തള്ളി നീക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വല്ല പ്രോബ്ലംസും സിവിയർ ആയിട്ടുള്ള വല്ല ഇഷ്യൂസും ഉണ്ടെങ്കിൽ അവിടെ മാതാപിതാക്കൾ വേണ്ട രൂപത്തിൽ ഇടപെടുക. എന്നെ മനസ്സിലാക്കാൻ എൻ്റെ ഹസ്ബൻഡ് തയ്യാറല്ല, എന്നെ മനസ്സിലാക്കാൻ എൻ്റെ അച്ഛനമ്മമാർ ഉമ്മയും ഉപ്പയും തയ്യാറല്ല, എന്നെ മനസ്സിലാക്കാൻ എൻ്റെ ഹസ്ബൻഡിന്റെ ഫാമിലി തയ്യാറല്ല, ആരും എൻ്റെ കൂടെയില്ല. ഈ ഒരു തോന്നൽ ഒരാൾക്ക്, എമോഷണലി പ്രത്യേകിച്ച് വീക്കായ ഒരാൾക്ക് ഉണ്ടാകാൻ പോകുന്ന ആഘാതം ചെറുതല്ല. ആ ഒരു മൊമെന്റിലെ ചിന്താഗതിയാണ് സൂസൈഡിലെ